86-ാമത്തെ വയസ്സിൽ 2011 വി എസ് അച്യുതാനന്ദൻ ഈ ടി.എസ്. തിരുമുമ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാചകം രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയായി പറയുന്നത്. കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുൻപിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം എന്ന് പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദൻ ആ ദുഷ്പ്രഭുത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ചാലകശക്തിയും കുന്തമുനയുമായിരുന്നു. സർസിപിയുടെ അമേരിക്കൻ മോഡലിനെതിരെ തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ പോരാട്ടത്തിന്റെ അതിന്റെ നടുനായകത്വം വഹിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. പൂഞ്ഞാറിൽ വെച്ചാണ് വി എസ് അച്യുതാനന്ദൻ പോലീസിന്റെ പിടിയിലാവുന്നത്. അന്ന് അതിഭീകരമായ മർദ്ദനത്തിനൊടുവിൽ മരിച്ചു എന്ന് കരുതി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ഈ മൃതദേഹം എടുക്കാൻ വന്ന ആ തടവുകാരിൽ ഒരാൾ ഇയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആശുപത്രിയിലേക്ക് മാറ്റി ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുള്ള ആളാണ് വി എസ് അച്യുതാനന്ദൻ. തുടർന്ന് ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില, അദ്ദേഹത്തിന്റെ കാല് പോലീസ് ബണേറ്റ് കുത്തിക്കീറിയ കാല് അണുബാധ വന്ന് അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിക്കാൻ പോയത് സഹോദരൻ വിവരിക്കുന്നതൊക്കെ നമുക്ക് കണ്ണ് നനഞ്ഞ് കേട്ടിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിലും വി എസ് അച്യുതാനന്ദൻ ജയിലിലാണ്. 1947 പുന്നപ്ര വയലാർ സമര നേതാവ് എന്നുള്ള നിലയിൽ അന്ന് ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദനെ. തുടർന്ന് ആണ് പിന്നീട് പുന്നപ്ര വയലാർ കേസുകളൊക്കെ പിൻവലിക്കപ്പെട്ടതിന് ശേഷമാണ് വി എസ് പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം 4 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോയി. അങ്ങനെ സ്വന്തം യൗവന ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ നീണ്ടകാലം ഒളിവിലും ജയിലിലുമായി. 1950കളിൽ അദ്ദേഹം ഒളിവിലാണ്. കൽക്കത്ത തീസിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോകുന്നു. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്താണ് വി എസ് അച്യുതാനന്ദൻ വീണ്ടും അറസ്റ്റിലാവുകയും ദീർഘകാലം ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത്. ചൈന യുദ്ധ സമയത്ത് 1962 അദ്ദേഹം വീണ്ടും അറസ്റ്റിലായി.